ഹായ്, ഞാനൊരു ജോളി ട്രിപ്പ് പോയത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുക. ദൂരെയെങ്ങുമല്ല, നമ്മുടെ കാക്കനാട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ വരെ ഞാനൊന്ന് പോയി. എങ്ങനെയുണ്ട് ഈ വാട്ടർ മെട്രോ എന്നറിയാൻ വേണ്ടി പോയതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം അല്ലാതെ ഈ കാക്കനാട്ടിൽ നിന്നൊക്കെ വന്ന് എറണാകുളത്ത് പോകുമ്പോൾ എന്തൊരു ബ്ലോക്കാണ്, ഏതുവഴി പോയാലും ബ്ലോക്ക് തന്നെ. പിന്നെ അതിൻ്റെ കൂടെ മെട്രോയുടെ പണിയും കൂടെ ഉണ്ട്, അപ്പം പറയാനില്ല. പക്ഷേ വാട്ടർ മെട്രോ പോയാൽ എന്താണെങ്കിലും ബ്ലോക്കില്ല. അപ്പം നമുക്ക് ബ്ലോക്കില്ലാതെ വെള്ളത്തിൽ കൂടെ ഒന്ന് റിലാക്സായിട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ കാക്കനാട് പോയി. കാക്കനാട് മെട്രോ സ്റ്റേഷനിൽ പോയി വണ്ടി ഇട്ടിട്ട് കാർ അവിടെ ഇട്ടിട്ട് അവിടുന്ന് വാട്ടർ മെട്രോയിൽ കയറി വൈറ്റില വരെ പോയി. രണ്ട് സൈഡിൽ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾക്ക് രണ്ട് സൈഡിലുമുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യാം. വീണ്ടും പോകുമ്പോൾ നമ്മൾക്കതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പല ആൾക്കാർക്കും. വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ വൈറ്റില കൊണ്ട് വണ്ടി വെച്ചിട്ട് ഇൻഫോ പാർക്ക് വന്ന് അവിടെ ഇറങ്ങിയിട്ട് പോകാം. പക്ഷേ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്ന കുട്ടികളുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇൻഫോ പാർക്കിന് ഉള്ളിലോട്ട് പോകണമെങ്കിൽ വീണ്ടും പ്രശ്നമാണ്. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എങ്ങനെ പോകും ഇൻഫോ പാർക്കിനകത്തുള്ള ഓഫീസുകളിലൊക്കെ? നമ്മൾ വൈറ്റില ചെന്നിറങ്ങിയാൽ നമ്മൾക്ക് അവിടെ നിന്ന് വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് നോർമൽ മെട്രോ സ്റ്റേഷനും പിന്നെ വൈറ്റില ഹബ്ബ് വരുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് ഊബർ ഓട്ടോ എന്തെങ്കിലും എടുത്ത് നമ്മൾക്ക് വേണ്ടിയ സ്ഥലത്ത് പോയി ഷോപ്പിംഗ് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീണ്ടും വാട്ടർ മെട്രോയിൽ കയറി തിരിച്ച് കാക്കനാട്ട് വരാം. പിന്നെ അടുത്ത ഒരു പ്രശ്നമെന്ന് വെച്ചാൽ എല്ലാ ഹാഫ് ആൻ അവറിലുമാണ് ഈ വാട്ടർ മെട്രോ സർവീസ് ഉള്ളത്. പിന്നെ ഞങ്ങൾ പോയത് ഈവനിങ് ഒരു 5 o'clock ശേഷമാണ്. അത് കാരണം ഞങ്ങൾക്ക് ഇതിനൊന്നും പോകാൻ സമയം കിട്ടില്ല. കാര്യം ലാസ്റ്റ് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് 7 മണിക്കാണ്. അപ്പം ഞങ്ങൾക്ക് അതിന് മുമ്പായിട്ട് തിരിച്ച് വൈറ്റിലയിൽ നിന്ന് വരണം. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് പോയി വൈറ്റില ഇറങ്ങി അടുത്ത ബോട്ട് ഞങ്ങൾ കയറി തിരിച്ചു വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെയായിട്ടെങ്ങും പോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. ഈ ടെൻഷൻ പിടിച്ച ഡ്രൈവിങ് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാം. എന്താണെങ്കിലും വാട്ടർ മെട്രോ വളരെ യൂസ്ഫുള്ളാണ്. വൈറ്റിൽ ഇറങ്ങുന്നവർക്കും അതിൻ്റെ അടുത്ത് തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ട്. ഇത് വൈറ്റില സ്റ്റേഷനാണ്. അവിടെ ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. അപ്പം നമ്മൾക്ക് രണ്ട് സൈഡിലും വണ്ടി വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സൈഡിലല്ലേ വണ്ടി ഇട്ടിട്ട് നമുക്ക് ബോട്ടിൽ കയറി അടുത്ത സൈഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷനാണ് കുറച്ചുകൂടെ കൂടുതൽ സൗകര്യങ്ങളൊക്കെ. എന്താണെങ്കിലും ഒരു നല്ല കാര്യം തന്നെയാണ് വാട്ടർ മെട്രോ തുടങ്ങിയത്. പിന്നെ നമ്മൾക്കൊരു എൻജോയ്മെൻറ്റ് ട്രിപ്പായിട്ട് ഒരു പ്രാവശ്യം മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ ഇത് കയറിയിട്ടുണ്ടായിരിക്കും. ഞാൻ കുറേ നാളുകൊണ്ട് വാട്ടർ മെട്രോയിലൊന്ന് കയറണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ എൻ്റെ മോള് വന്നപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ പോയി. അപ്പോൾ അങ്ങനെ കാക്കനാട് ടു വൈറ്റില, തിരിച്ച് വൈറ്റില ടു കാക്കനാടുള്ള വാട്ടർ മെട്രോ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇപ്പം നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറുക. കയറിയിട്ടുള്ളവർ എൻജോയ് ചെയ്ത് കാണുമല്ലോ. പിന്നെ ഒരുപാട് കുട്ടികളൊക്കെ കയറുന്നുണ്ട്. ഇവിടെയൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.